എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തട്ടിമാറ്റി പോകരുത്. എൻ്റെ അപേക്ഷയാണ്. നിങ്ങൾ കേൾക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ സംസാരിക്കുന്നത്. ഇതെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് സുധി. സുധി എന്ന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. സ്വന്തം അനുജൻ്റെ കാല് മുറിക്കാൻ പോകുമ്പോൾ അതിൽ വേദനിക്കുന്ന ഒരു അനുജനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി. കൂടപ്പറപ്പല്ലേ. സുധിയുടെ അനുജനായ സുജിത്ത് ലക്ഷോർ ഹോസ്പിറ്റലിലാണ്. ഒരു അറ്റാക്ക് സംഭവിച്ചതാണ്. വല്ലാത്തൊരു ദയനീയമായ രംഗമാണ്. നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ. ആ സുജിത്തിന്റെ കാല് മുറിക്കാതിരിക്കാൻ, അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സുധി ഇനി പോകാൻ ഒരിടം ബാക്കിയില്ല. ഇനി സുധി ആരോട് കൈകൂപ്പണമെന്നറിയില്ല. അങ്ങനെ ഒടുവിൽ അവന്റെ നിസ്സഹായത കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് ജനങ്ങളോട് പറഞ്ഞു വെക്കാം. നന്മയുള്ള ഒരുപാട് മനസ്സുണ്ട്, കരുണ പറ്റാത്ത ഒട്ടനവധി ആളുകളുണ്ട്, ആരെങ്കിലും നമ്മളെന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അനുജൻ സുജിത്തിന്റെ വിവരങ്ങൾ സുധി പറയും. നിങ്ങൾ സഹായിക്കണം, കൈയൊടിയരുത്. ഈ കാണുന്ന സ്കാനറിൽ ഒന്ന് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും സംഭാവന അയച്ചാൽ നിങ്ങൾ സഹായിക്കണം. പറയും സുജിത്ത്, എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞത്? അനിയന് നെഞ്ചുവേദന വന്നിട്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അത് ECG വ്യത്യാസം കണ്ടിട്ട് നേരെ പോയതാണ്. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് അരൂർ എത്തിയപ്പോഴേക്കും ആള് ഹാർട്ട് ബീറ്റൊക്കെ നിന്ന് പോയി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് ലക്ഷൂറിലാണ് കയറ്റിയത്. അവരും കുറേ നോക്കിയിട്ട് ഹാർട്ട് റെഡിയായി വന്നില്ല. പിന്നെ ECMO എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ചെറിയ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ചെറിയ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിട്ടളയാൻ തോന്നിയില്ല, അങ്ങനെ ചെയ്തതാണ്. വിഷമിക്കണ്ട, അവർക്ക് ഭാര്യ ഒരു കുഞ്ഞു അല്ലേ? അതെ, അനുജന് ഭാര്യ ഒരു കുഞ്ഞു ഉള്ളത്. വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. ഒരു മാർഗ്ഗമില്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടൻ സുധി ഒരു ഡ്രൈവറാണ്. അപ്പോൾ നിത്യവേദന കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ദയവ് ചെയ്ത് നിങ്ങൾ കഴിയുന്ന രൂപത്തിൽ സഹായിക്കണം. എൻ്റെ ഒരു അപേക്ഷയാണ്. ഇട്ട് കളയരുത്. സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി